കഴിഞ്ഞ ദിവസം ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. നമ്മുടെ ഹൈദരാലിയും അജുവാണ്. ഹൈദരാലിയാണ് ഇൻ്റർവ്യൂ ചെയ്യുന്നത്. കുറേ ഉണ്ട്, 2-3 സ്വന്തം തരുന്നത്. അതിനകത്ത് ഒരെണ്ണത്തിൻ്റെ അകത്ത് മമ്മൂട്ടിയെ അജു കളിയാക്കിയോ എന്നുള്ള രീതിയിൽ ഹൈദരാലി ചോദിക്കുന്നുണ്ട്. ഹൈദരാലിയെ നമുക്കറിയാമല്ലോ, ഇങ്ങനെ എന്തെല്ലാം ഒരു സാധനം ആശാൻ ഇടും. അത് എല്ലാ സെലിബ്രിറ്റീസും പുള്ളിയെ കാണുമ്പോൾ ഓടുക. ദുബായിലായതുകൊണ്ട് എനിക്ക് ടോബിയുടെയും ചാക്കോച്ചനൊക്കെ എന്തെങ്കിലും സമയത്ത് ഹൈദരാലിയെ കണ്ടു പോകും. നിങ്ങൾ ഇവിടെ എത്തിയോ, ഇവിടെയെങ്കിലും വന്നാൽ നിങ്ങളെ കാണണ്ടല്ലോ എന്ന് ആഗ്രഹിക്കും. അങ്ങനെ എന്തോ ഒരു ഡയലോഗ് പറഞ്ഞു, ഇപ്പോൾ ഓർക്കുന്നത് 1 or 2 years ബാക്ക്. അജുവിനെക്കാളും ഹൈദരാലി പെടുത്തി, പക്ഷേ അജു അതിനകത്ത് നിന്ന് ചാടിപ്പോയിരുന്നു. നമുക്ക് ആ ഇന്റർവ്യൂവിൽ ചില രംഗങ്ങളൊന്ന് കണ്ടു നോക്കാം. മമ്മൂക്കാനെ ഈ ഇടയ്ക്കൊന്ന് കളിയാക്കിയോ? കളിയാക്കിയത് എനിക്ക് അങ്ങനെ തോന്നി. മമ്മൂക്കാനെ കളിയാക്കി. അജുവൊക്കെ അത്രയ്ക്ക് വന്നില്ലല്ലോ എനിക്ക് തോന്നി അജുവൊക്കെ ഇത്രയും വളർന്നു മമ്മൂക്കാനെ കളിയാക്കാൻ. മമ്മൂക്കാടെ ഒരു വീഡിയോ മൊബൈലിൽ എടുത്തിച്ച് അഭിനയിക്കും. മമ്മൂക്കാക്ക് അഭിനയിച്ച പോലെ അഭിനയിച്ച് സ്റ്റെപ്പൊക്കെ ഇറങ്ങിയ പാട്ട് സീനൊക്കെ കാണിച്ച് എനിക്ക് തോന്നിയ അജു ഒരു അഹങ്കാരിയായി മാറി മമ്മൂക്കാനെ കളിയാക്കിയായി എനിക്ക് തോന്നിയത്. അതൊരു പുതിയ ഒരു വേർഷനാണ്. പക്ഷേ ഈ വേർഷൻ ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. അത് വേറെ ആര് ചോദിച്ചില്ലെങ്കിലും നിങ്ങൾ ചോദിച്ചു. ആര് ചോദിച്ചില്ലെങ്കിലും നിങ്ങൾ ചോദിക്കുക. അത് അജു അറിയാം. ഈ ഒരു ചോദ്യം അജു ഉള്ളിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഭയക്കുന്നുണ്ടായിരുന്നു. ഇയാളെങ്ങാനും ചോദിക്കുവോ? അലിഭായ് എന്ന് പറയുമ്പം എന്തും ചോദിക്കും. മറുപടി പറയണോ വേണ്ടതെന്ന് ആർട്ടിസ്റ്റുകൾ തീരുമാനിക്കും. മിക്കപ്പോഴും ഹൈദറിനെ എടുത്ത് എയറിലാക്കിയിട്ടുണ്ട് എല്ലാവരും. പബ്ലിക്കായിട്ട് ഇത്ര അവരുടെ ആ ഫംഗ്ഷനകത്ത് സിനിമയുടെയൊക്കെ പ്രൊമോഷൻ ചെയ്യുമ്പോൾ ഹൈദർ പല ദിവസവും എയറിലാണ്. പുള്ളി ചോദിക്കും, ഒരറ്റത്ത് നിന്ന് 5 പേരിരിക്കുന്നുണ്ട്, 5 പേര് ഒരറ്റത്ത് നിന്ന് അടിച്ച് പുള്ളി ഒരു അവശനാക്കി കളയും പുള്ളി. ഇങ്ങോട്ട് ചോദിക്കണ്ടായിരുന്നെന്ന് പുള്ളിക്ക് തോന്നിപ്പോ. എന്നാലും പുള്ളി വിട്ടുകൊടുക്കില്ല. പുള്ളി വീണ്ടും അടുത്ത ചോദ്യം ചോദിക്കും. അത് ഭയങ്കര കോമഡിയാണ്. പുള്ളിയുടെ ചോദ്യം കേൾക്കുമ്പോൾ പുള്ളി സീരിയസ് ആയിട്ടാ ചോദിക്കുന്നത്, പക്ഷെ നമുക്ക് കേൾക്കുന്നവർക്ക് അത് കോമഡി. ഈ വീഡിയോക്കകത്ത് അജു മമ്മൂട്ടിയുടെ ഒരു സിനിമയിലെ രംഗമാണ്. അത് റീക്രിയേറ്റ് അജു സംഗീതം അജു ഒറ്റയ്ക്ക് നോക്കുന്നു. മൊബൈലിൽ എന്താ കൈ പിടിച്ച് നടത്തില്ല. എനിക്കൊന്ന് ആർട്ടിസ്റ്റിന്റെ ഐശ്വര്യയെ കണ്ട് കൂടെയുള്ള പാർട്ട്ണർ കഥാപാത്രത്തെ ഉൾക്കൊള്ളുവാണ്. പുള്ളി ചുമ്മാ തമാശയായിട്ട് കാണിച്ചായിരിക്കും, അല്ലെ പുള്ളി ട്രൈ നടത്തി നോക്കിയായിരിക്കാം. മോഹൻലാലിനെ മമ്മൂട്ടിയെ ഇങ്ങനെ കാണിക്കുക. പക്ഷേ നമ്മളൊക്കെ എപ്പോഴല്ലൊക്കെ കാണിച്ചിട്ടുണ്ടല്ലോ. അത് കളിയാക്കാണെന്ന് ചോദിച്ചാൽ തമാശയായിട്ട് ചെയ്യുന്നത്. ഇവരെയൊക്കെ ഇരുത്തി തന്നെ സ്റ്റേജിൽ എത്രയോ പേര് ചെയ്യണം. സുരേഷ് ഗോപി ആണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ എല്ലാവരും ഇനി ഇത് കാണിച്ചതിൻ്റെ പേര് ഇനി BJPക്കാരെല്ലാം കൂടെ എന്നെ പൊങ്കാല ഇടാൻ വേണ്ടി ഞാനിവിടെ പറഞ്ഞു തന്നപ്പോൾ, അല്ലാതെ നിങ്ങളുടെ സുരേഷ് ഗോപിയെ ഞാനൊന്നും ഇതിന് അതിൻ്റെ സെൻസിൽ എടുക്കാനുള്ളൂ കേട്ടോ. അതൊന്നും നീ ആരാടാ ഞങ്ങളുടെ സുരേഷ് ഏട്ടനെ കുറിച്ച് ഏക്കാരും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തമാശയായിട്ട് എടുത്താൽ മതി. ഇതിനെ ഇത്രയും വൈകാരികമായി ഇതിനെ എടുത്ത് മമ്മൂട്ടിയെ കളിയാക്കിയോ? ഇവരൊക്കെ സുഹൃത്തുക്കളാണ് മമ്മൂട്ടി അജു എന്നൊക്കെ പറയാം. എത്ര വർഷമായിട്ട് ഇതൊക്കെ വർക്ക് ചെയ്യുന്നത്. ചിലപ്പോൾ മമ്മൂട്ടി കണ്ടും കാണും, മമ്മൂട്ടി ചോദിച്ചും കാണും എന്തുവാ നീ കാണിക്കുന്നില്ല. അപ്പോൾ ചോദിച്ചും കാണുമായിരിക്കും പേഴ്സണലി അവർക്ക് സംസാരത്തിൻ്റെ അകത്ത് ചിലപ്പോൾ ബാക്കിയുന്നുണ്ടോ. അതായത് ഞങ്ങളവിടെ സിനിമാ ചർച്ചകളിലായിട്ട് ചന്തു ഭഗത്തിൻ്റെ ഒരു സിനിമയുടെ കാര്യങ്ങളൊക്കെ ആയിട്ട് കഴിഞ്ഞ വർഷം ഇരിക്കുന്ന സമയത്ത് എന്തോ ഈ സീൻ എനിക്ക് ഭയങ്കര ഫേവറേറ്റാണ്. എത്രയോ വർഷങ്ങളായിട്ട്. കാര്യം ഭയങ്കര റൊമാൻറ്റിക് പെർഫോമൻസ് അത്, ഭയങ്കര ഫീൽ ചെയ്യുന്ന ഒരു പെർഫോമൻസ് അത്. അപ്പം ആ സംഭവം ഒക്കെ അപ്പം ഈ പറഞ്ഞ പോലെ തർക്കം വന്നു, നിനക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ള ചാലഞ്ച് വന്നു. അപ്പം നാച്ചുറലി നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ശ്രമിക്കുമല്ലോ. ആ ശ്രമമായിരുന്നു അത്, അല്ലാതെ ഞാൻ അദ്ദേഹത്തെ കളിയാക്കാനൊന്നും പോയതില്ല. പക്ഷെ ഞാൻ മനസ്സുകൊണ്ട് ചുമ്മാ ശ്രമിക്കുമ്പോൾ വിചാരിച്ചു എനിക്ക് ചിലപ്പോൾ പറ്റുന്നത്. പക്ഷെ അതിൻ്റെ എൻ്റെ ദുരന്തമായിരുന്നു. തോറ്റുപോയി. ഞാൻ അത് തോറ്റാൽ എനിക്ക് കുഴപ്പമില്ല, തോൽക്കുന്നത് ഞാൻ അക്സെപ്റ്റ് ചെയ്യും. പക്ഷേ അത് ചന്തു എടുത്ത് ഇടുന്ന ഞാൻ വിചാരിച്ചില്ല. ചന്തു അത് ഈ 14 വർഷത്തിൻ്റെ ഇത് വെച്ചിട്ട് അതൊക്കെ എടുത്തിട്ടു. പക്ഷെ ഭാഗ്യത്തിന് നിങ്ങൾക്ക് ഒഴിച്ച് ബാക്കി എല്ലാവർക്കും അത് അജു പ്രത്യേകം പറഞ്ഞു, നിങ്ങൾക്ക് ഒഴിച്ച് ബാക്കി എല്ലാവർക്കും. ഹൈദരാലിയുടെ ഒരു കാര്യം, ഇപ്പോൾ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് സ്കോർ ചെയ്യാന്ന് വെച്ചിട്ട് അവിടെയും പറ്റുന്നില്ല. എന്തൊരു കഷ്ടമാണെന്ന് ആലോചിച്ച് നോക്കിയപ്പോൾ പാവം മനുഷ്യൻ ഓരോരോ ചോദ്യങ്ങളായിട്ട് അദ്ദേഹം വരുമ്പം എല്ലാവരും പുള്ളി ഇങ്ങനെ എയറിലാക്കി വിടുവാണല്ലോ. പക്ഷെ എനിക്കങ്ങനെ തോന്നിയില്ല. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയില്ലെങ്കിൽ കുഴപ്പമില്ല. എന്റെ കാര്യം എനിക്ക് പറയാമല്ലോ. നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം പറയാതെ അജുവിന് മാത്രം പറയാമെങ്കിൽ എനിക്ക് ഞാൻ മമ്മൂക്കാനൊക്കെ ഇഷ്ടപ്പെടുന്നു. മമ്മൂക്കാനെ കളിയാക്കിയല്ലോ എനിക്ക് ചോദിക്കാതെ ധൈര്യമായിട്ട് ചോദിച്ചു. അതാ ഞാൻ ചോദിച്ചു. അജുന് അതിനകത്ത് ദേഷ്യം വരുന്നത് എനിക്ക് ദേഷ്യമല്ല. ഞാൻ പറഞ്ഞു ഇത്രയും പേർക്ക് ഒരു കാര്യം അതിപ്പോ പച്ച കളറാന്ന് തോന്നിയാൽ നിങ്ങൾക്ക് മാത്രം ചുവന്ന കളറാന്ന് തോന്നുന്ന കാര്യമില്ലല്ലോ. അങ്ങനെയല്ല അജു പറഞ്ഞു. അജു ഞാനത് എന്റെ വീട്ടിലിരുന്ന് കണ്ടു. ഞാൻ കാണുമ്പോ ആ സ്റ്റെപ്പ് ഇറങ്ങുന്നത് മമ്മൂക്കാടെ എക്സ്പ്രഷൻ ഒന്നുമില്ല പിടിക്കണം. അപ്പൊ മമ്മൂക്കാനെ കളിയാക്കുന്നില്ല. എനിക്ക് തോന്നിയില്ല എന്താ തെറ്റൊന്നും. ചോദ്യം അജുവിന് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, ചോദ്യത്തോട് എനിക്ക് വിയോജിപ്പില്ല. പക്ഷെ നിങ്ങളുടെ കാഴ്ചപ്പാടിനോട് എനിക്ക് നല്ല വിയോജിപ്പുണ്ടായി. ഇത് പല ചർച്ചകളും നമ്മൾ ഇതേപോലത്തെ കാഴ്ചപ്പാടുകൾ ഷെയർ ചെയ്തപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഒരു ഹെൽത്തി രീതിയിലൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പോയതൊക്കെയാണ്. പക്ഷെ ഈ ചോദ്യം വളരെ അപ്രസക്തമാവും അൺവാണ്ടഡ് ആയിട്ട് ഫീൽ ചെയ്തു. ബിക്കോസ് അതിന് വേറൊരു മാനം കൊടുക്കാൻ ശ്രമിക്കുന്നു. അതിനാവശ്യമില്ലല്ലോ.
അത് നല്ലതെന്ന് എനിക്ക് തോന്നിയാലേ മാനം കൊടുക്കാൻ പറ്റുള്ളൂ. നല്ലതെന്ന് നിങ്ങൾക്ക് തോന്നിയില്ല എന്ന് വെച്ചാൽ എന്ത് ചെയ്യാനാ? ഭൂരിപക്ഷം പേർക്ക് തോന്നിയെങ്കിൽ ഞാൻ അതിനോട് പെടുത്തോളാം. എന്നാ അതിനോട് വേറെ ചോദ്യങ്ങളിലോട്ട് വരുമ്പോൾ അല്ല, അതല്ല, ഒരു കാര്യം പറയുമ്പോൾ അത് അജു പറഞ്ഞാൽ അതിന്റെ വേറെ രീതിക്ക് എടുക്കുക. അല്ലല്ല, കാര്യം പറയുന്നതല്ല ഞാൻ പറഞ്ഞത്. ഞാൻ ആ സംഭവം ചെയ്തതിൻ്റെ എഫക്റ്റ് ഓക്കെ, അത് ഞാൻ ചേട്ടൻ പറഞ്ഞത് ഭയന്നിരുന്നു. ഇവൻ ഇത് ഇട്ടു എന്ന് എന്നെ വിളിച്ച് പറഞ്ഞപ്പം, കാര്യം വളരെ പേഴ്സണലായിട്ട് ചെയ്തൊരു കാര്യമാണ്. അപ്പം ഞാൻ അവനോട് ചോദിച്ചു, എടാ ഇത് അദ്ദേഹത്തെ പോലെ ഒരാൾക്ക് ഒഫെൻസീവായിട്ട് തോന്നുമോ ചോദിച്ചു. ഇല്ല ഏട്ടാ, ഞങ്ങളത് എൻജോയ് ചെയ്തതാണ്. ഞാൻ പറഞ്ഞ ശരി, പിന്നെ ഇട്ടോ, ഇതിപ്പോൾ തെറ്റൊന്നുമില്ലല്ലോ, ടിക്ടോക്ക് ഉള്ളത് ചെയ്യുന്നത് അതുപോലെ ഉള്ളൂ. പക്ഷേ അതിനെ വേറൊരു ആംഗിളിൽ ആരും കണ്ടിട്ടില്ല എന്ന് പറയുമ്പം അത് താങ്കൾക്ക് മാത്രം അങ്ങനെ തോന്നണമെങ്കിൽ, അല്ല അജുവിന് ആദ്യം തോന്നിയെന്ന് പറഞ്ഞല്ലോ, ഇപ്പൊ പറഞ്ഞില്ലേ എനിക്ക് തോന്നി. അത് എനിക്ക് തോന്നിയത് അതിപ്പം എന്ത് ചെയ്യാൻ എനിക്ക് തോന്നി. അപ്പം നമ്മളുടെ ചിന്ത ഒരേപോലെ ആണെന്നാണ് പറയുന്നത്. അല്ല, അങ്ങനെയും ചിന്തിക്കാൻ പറ്റില്ല. അജുന് തോന്നിയെന്ന് എന്തായാലും പറഞ്ഞല്ലോ, എനിക്കങ്ങനെ തോന്നി, അങ്ങനെ ഇട്ട് തന്നെ പ്രശ്നം ഉണ്ടാവുന്നു. പ്രശ്നം എന്നല്ല, അല്ല അത് ഇൻസൾട്ട് ചെയ്യുവോ എന്നുള്ളത് എനിക്കങ്ങനെ തോന്നി. ഞാൻ ഓപ്പണായിട്ട് ചോദിക്കും. നിങ്ങൾ ഓപ്പണായിട്ട് ചോദിച്ചു. അതിപ്പോ ഏതായാലും ആ ചോദ്യത്തിന്റെ രീതി, ആ ധ്വനിയോട് എനിക്ക് ഒരു വിയോജിപ്പുണ്ട്. ആ ചോദ്യത്തിന്റെ രീതി, ആ ധ്വനിയോട് എനിക്ക് എതിർപ്പുണ്ട്. അജു ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇതൊന്നും ഇല്ലെന്നുണ്ട് ഹൈദരാലി ഇല്ല. ഈ ഹൈദരാലി എന്ന് പറയുന്ന വ്യക്തി എന്താണ് ഇങ്ങനെയുള്ള കുത്തിത്തിരിപ്പുള്ള പുള്ളിക്ക് അതൊരു ശീലമായി മാറി. പക്ഷെ പുള്ളിക്ക് ഇങ്ങനെയുള്ള ചോദ്യങ്ങളെ ചോദിക്കാറില്ല. പുള്ളിയുടെ ഭാഗത്തുനിന്ന് ഒരു നല്ല ചോദ്യം പ്രതീക്ഷിക്കേണ്ട എനിക്ക് തോന്നുന്ന ആള് പാവാന്ന് കണ്ടിട്ട് പോകുന്നത്. പക്ഷേ ഈ ചോദിക്കുന്ന പ്രശ്നം കാണാൻ പുള്ളി എല്ലായിടത്തു നിന്നും എല്ലാവരുടെ കയ്യിൽ നിന്നും നൈസായിട്ട് കിട്ടുന്നുണ്ട്. എല്ലാവരും പുള്ളി അടിച്ച് പിറ്റിയെ കയറ്റുന്നുണ്ട്. അത് പുള്ളിക്ക് മനസ്സിലാവുന്നുണ്ടോ? അത് തന്നെ സംശയിക്കേണ്ടിയിരിക്കുന്നത്. ഇതൊന്നും പുള്ളിക്കത് മനസ്സിലാവുന്നത്. പുള്ളി ആ ചെറുപ്പക്കാരായ ആക്ടേഴ്സിനോടൊക്കെ പുള്ളി വലിയ കാര്യമുണ്ട്. അവരെ പുള്ളിയെ അടിച്ച് കയറ്റിക്കളയാ ഭിത്തിയിലോട്ട്. കാര്യം അതെന്തോ ഞാൻ എന്തോ കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് വരുന്ന പോലെ. ഞാൻ കണ്ടുപിടിച്ചിട്ടല്ല വന്നത്. അങ്ങനെ തന്നെ അജു തന്നെ ആ ഒരു കളിയാക്കുന്ന രീതിയിൽ എനിക്കെന്താ കളിയായിക്കൂടാതെ എന്റെ സ്വാതന്ത്ര്യമല്ലേ? അപ്പൊ എന്റെ ചോദ്യം എന്റെ സ്വാതന്ത്ര്യം ഞാൻ സമ്മതിച്ചിരുന്നല്ലോ. പക്ഷെ എന്ന് വെച്ചാൽ ഇനിയും ചോദ്യങ്ങളുണ്ടെങ്കിൽ ഇനിയിപ്പോൾ എനിക്ക് സ്വാതന്ത്ര്യം മനസ്സിലായല്ലോ, അതനുസരിച്ച് ഞാൻ ചോദിച്ചോളാം. അല്ല, ഉത്തരം പറഞ്ഞോളാം. എന്തേ? അല്ല പെട്ടെന്ന് മാറുന്നു. അല്ലല്ല, അപ്പം ഞാൻ ചോദിക്കട്ടെ, അപ്പം ചേട്ടനപ്പം ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഇന്ന രീതിയിൽ ഉത്തരങ്ങൾ വേണം എന്നുള്ള ചേട്ടൻ്റെ ഒരു ആശയത്തിൽ നിന്ന് അല്ല, അങ്ങനെ ചിന്താഗതിയൊന്നും എനിക്കില്ല. അങ്ങനെ ചിന്താഗതിയൊന്നുമില്ല. അല്ല, അജു പെട്ടെന്ന് അജുവിന്റെ സംസാര രീതി തന്നെ മാറി പെട്ടെന്ന്. എനിക്ക് മാറാൻ തോന്നി, ചിലപ്പോൾ മാറിയിട്ടുണ്ടാവാം. നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിച്ചില്ല അങ്ങനത്തെ ഒരു അർത്ഥം. സിമ്പിളാണ്. നിങ്ങളെന്ന് ഞാൻ തിരുത്തുന്നു, താങ്കളിൽ നിന്ന് പോരെ. അത്രയ്ക്ക് അകൽച്ചയായോ പെട്ടെന്ന്? അതല്ല, നിങ്ങളെന്നും താരെന്നൊക്കെ വിളിക്കാൻ ഡൈ അടിച്ച് നടക്കുന്നതുകൊണ്ട് എനിക്കറിയാലോ യഥാർത്ഥ പ്രായം. അപ്പം ഞാനത് ആൾക്കാർ വിചാരിക്കും ഞാൻ എന്താ പറയുക, ബഹുമാനിക്കാതിരുന്നു എന്ന് പ്രായത്തെ, എക്സ്പീരിയൻസിനെ. അത് ഞാൻ നാച്ചുറലി ചെയ്യാവുന്ന ആളല്ല. ഈ രണ്ട് കാര്യങ്ങൾക്ക് ഞാൻ ബഹുമാനം കൊടുക്കുന്ന ആളാണ്. ഇതൊക്കെയാണ് അജുവിന് ചിലപ്പോൾ അഹങ്കാരം എന്ന് ആളുകൾ പറയുന്നത്. അതിപ്പം എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ ഏട്ടാ. എന്ത് ചെയ്യാൻ പറ്റും എനിക്ക്? എൻ്റെ കൂടെ ഇടപെട്ടൊരു വ്യക്തിക്കോ എൻ്റെ കൂടെ സംസാരിച്ചൊരു വ്യക്തിക്കോ അല്ലാതെ എന്നെ ദൂരെ നിന്ന് കാണുന്ന ഒരു വ്യക്തിയുടെ ആ ഒരു കാഴ്ചപ്പാടിനെ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ ഏട്ടാ. പറ്റുമോ? പറ്റില്ല. അതെൻ്റെ വിധി അല്ല. ഈ ചോദ്യം, നിങ്ങളുടെ ഈ ഒരു അതിലോട്ടുള്ള ഡൈവേർഷൻ എൻ്റെ വിധി. അത് നിങ്ങളോട് തന്നെ അത് വന്നിരുന്ന് നമ്മൾ വളരെ രസകരമായി തുടങ്ങിയിട്ട് അതിലോട്ട് എന്ത് ചെയ്യേണ്ട ഒരു കാര്യമില്ലായിരുന്നു. പക്ഷെ അത് ഞാൻ പിൻവലിക്കുന്നില്ല. ചോദ്യം ഞാൻ ഇതുപോലെ കാണിക്കുകയും ചെയ്യും. അല്ല, എന്ത് വന്നാലും വേണ്ടില്ല. അപ്പൊ അതിനകത്ത് പറ്റേ അജു പറഞ്ഞ എന്താണ്, ഞാൻ പറഞ്ഞ എന്താണെന്ന് പ്രേക്ഷകർ വിധി എഴുതട്ടെ. പ്രേക്ഷകർ വിധി എഴുതുന്നതല്ല, എനിക്കിപ്പോ ഒരു വിധി എഴുത്ത് ഞാൻ മനസ്സിൽ നടത്തിയിട്ടുണ്ട് എന്നെ കുറിച്ച്. തീർച്ചയായും അജുവിന്റെ മൂഡ് കംപ്ലീറ്റ് ചേഞ്ച് ആയി. ഉള്ളിന്റെ ഉള്ളിൽ നല്ല കലിപ്പ് വരുന്നുണ്ട്. അജു പെട്ടെന്ന് കലി വന്നാലും കൂളാക്കുന്ന ഒരു മൈൻഡാ. ഉള്ളിന്റെ ഉള്ളിൽ വന്നാലും പുള്ളി അതിനെ ടെമ്പറിനെ ഇങ്ങനെ കൺട്രോൾ ചെയ്ത് നിർത്തുന്ന വ്യക്തിത്വമാണ്. അങ്ങനെ ആരോടും അങ്ങനെ പൊട്ടിത്തെറിക്കുന്നതായിട്ട് ഞാൻ അങ്ങനെ കേട്ടിട്ടില്ല. ടെമ്പറിനെ കൺട്രോൾ ചെയ്ത് അതാണ് ഇവിടെ കാണുന്ന. പുള്ളിക്ക് രണ്ട് പേര് പറഞ്ഞിട്ട് പോയിട്ടുണ്ട്. പക്ഷെ ഹൈദരാലിയുടെ കാര്യം ഭയങ്കര കോമഡിയാണ്. പുള്ളി സീരിയസ് ആയിട്ട് വന്ന് ചോദിക്കും. അത് അവസാനം ഇപ്പം അജു ഒറ്റയ്ക്കായുണ്ടായി. ഇപ്പം ടൊബിനൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഹൈദരാലിയുടെ അവസ്ഥ എന്തായിരുന്നു ഞാൻ ആലോചിക്കുകയായിരുന്നു. സിനിമയുടെ പേര് ആമോസ് അലക്സാണ്ടർ. എന്തോ ഒരു സന്തോഷക്കുറവ്. അത് നന്നായി കൊണ്ടുവന്ന് തോന്നി. മുഖത്ത് നന്നായി ഉണ്ട്. മുഖത്ത് നന്നായിട്ടുണ്ട് വിഷമം. അല്ല, അത് നമുക്ക് നോക്കാം. അല്ല, റിലീസ് ആയി കഴിഞ്ഞിട്ട്
നിന്റെ മുഖത്തെ വിഷമം ഞാൻ ഞാൻ കാണിച്ചു തരാന്ന് ഇപ്പൊ അത് തന്നെ ഞാൻ ചിന്തിച്ച്. ഇതിലെ തൊഴിലക്കാരാണ് ഡയറക്ടറും സ്ക്രിപ്റ്റ് റൈറ്ററും. ഒരു കാര്യം കൂടെ ചോദിച്ചാൽ ഇനി ഒരു കാര്യം ചോദിക്കണ്ട. എന്താണ്? താരസംഘടന അമ്മയുടെ താരസംഘടന അമ്മയുടെ ഞാൻ ഞാൻ ടാർസന്റെ അമ്മയുടെ കേട്ടോ. ഞാൻ അങ്ങനെയൊക്കെ കേൾക്കുമല്ലോ. താരസംഘടന അമ്മയുടെ നിങ്ങളുടെ ചോദ്യമായിട്ട് പറയാനും പറ്റില്ലല്ലോ. ഒരു എക്സിക്യൂട്ടീവ് മെമ്പർ ആയിരുന്നു താങ്കൾ അല്ലേ? താങ്കൾ ഇരുന്നൊരു കാലം താങ്കളുടെ ചോദ്യമായിട്ട് പറയാനും പറ്റില്ലല്ലോ. ഐ എം സോറി, ഞാൻ തന്നെ എന്റെ സ്റ്റേറ്റ്മെന്റ് കോൺട്രഡിക്ട് ചെയ്തു. എക്സിക്യൂട്ടീവ് മെമ്പർ ആയിരുന്ന കാലഘട്ടം ഉണ്ടാകും. ഇപ്പം താരസംഘടന അമ്മ സംഘടന മൊത്തം പിരിച്ചുവിട്ട് അടവ് കമ്മിറ്റി പോന്നു. ഹേമ കമ്മിറ്റി വിഷയം വന്നപ്പോൾ ഹേമ കമ്മിറ്റി വിഷയം വന്നിട്ട് താരസംഘടനയ്ക്ക് വലിയൊരു എന്താണ് മൊത്തത്തിലൊരു ഇടിവ് സംഭവിച്ചു. വീണ്ടും ആർജവത്തോടു കൂടി ശക്തിയോടു കൂടി അമ്മ സംഘടന തിരിച്ചു വരുന്ന ഒരു പ്രവൃത്തിയിലേക്ക് വന്നു. യൂട്യൂബ് ചാനലൊക്കെ സജീവമാക്കി പ്രവർത്തിക്കുന്നു. അമ്മയ്ക്ക് എന്താണ് സംഭവിച്ചിരിക്കുന്നത് യഥാർത്ഥത്തിൽ? എൻ്റെ അമ്മയ്ക്കൊന്നും സംഭവിച്ചിട്ടില്ല. അമ്മ അസോസിയേഷൻ ഞാൻ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു. നിങ്ങൾ മമ്മൂക്കായുടെ വീഡിയോ ചെയ്തതിൽ ഞാൻ അജുവിന് എതിരാണ്. മമ്മൂക്കായെ കളിയാക്കുന്ന രീതിയിൽ തന്നെ എനിക്ക് ഫീൽ ചെയ്തു. ഞാൻ അതിൽ നിന്നും ഒരു ഇഞ്ച് പിന്നോട്ട് പോകാതെ തന്നെയാണ് ഞാൻ ഈ ഇന്റർവ്യൂ അവസാനിപ്പിക്കുന്നത്. നിങ്ങൾ പോയി കേസ് കൊടുക്കുക. മമ്മൂക്കടുത്തും പറ. ഞാൻ പറയും, ഇത് വിളിച്ച് പറ. ഞാൻ പറയും ഇങ്ങനെ തോന്നുന്നു. ഞാൻ വീഡിയോ കട്ട് ചെയ്ത് കൊടുക്കും. അതല്ല, നിങ്ങൾ എന്താ അയച്ചു കൊടുക്കുക, എന്നിട്ട് പറ ഇത് ഇവൻ ഇങ്ങനെ കളിയാക്കാൻ ചെയ്തതാണ് കേട്ടോ. ഞാൻ പറയും, പോയി കേസ് കൊടുക്കും. അത് ഞാൻ പറയുമോ? ഇപ്പൊ എനിക്ക് അത്ര ഞാൻ അതിൽ തന്നെ ഉറച്ചു നിൽക്കുക. പശു ഞാൻ അതിൽ തന്നെ ഉറച്ചു നിൽക്കുക എന്ന് പറഞ്ഞു മനുഷ്യ. അപ്പൊ അത്രേ ഉള്ളൂ. സന്തോഷം. നിങ്ങൾ പോയി കേസ് കൊടുക്കുക. മമ്മൂട്ടിയോട് അതിന് നല്ല കലി കിടക്കുന്നുണ്ട്. പക്ഷെ കലി എങ്ങനെയെങ്കിലും കൺട്രോളൊക്കെ എന്റെ പോലെ ഹൈദരാലിയെ കൊണ്ട് സിനിമാക്കാരെ മടുത്തിരിക്കുക. ഹൈദരാലിയെ കാണുമ്പോൾ സിനിമാക്കാർ ഇറങ്ങി ഒഴിവാക്കാനും പറ്റില്ല. എന്നാൽ സംസാരിക്കാൻ പോയി കഴിഞ്ഞാൽ എന്താണോ പുള്ളി ചോദിക്കുമെന്ന് പേടിയാണ്. അതുകൊണ്ട് എല്ലാവരും ഇറങ്ങി ഓടും. നിഖിലയോടൊക്കെ പുള്ളി പോയി ചോദിക്കും കല്യാണത്തെ. നിഖില കൊടുത്ത മറുപടിയൊക്കെ കേൾക്കണം. എന്റെ പോലെ നിങ്ങളെ യൂട്യൂബിൽ കയറി അടിച്ചു നോക്കിയാൽ ഹൈദരാലി നിഖില വിമൻ അടിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. നിഖില ഇങ്ങോട്ട് തേച്ചൊട്ടിച്ച് കളഞ്ഞു. പറയുന്നത് സ്ക്രിപ്റ്റഡ് ആണെന്ന് പറയുന്നവരുണ്ട്. PR വർക്കിന്റെ ഭാഗമായിട്ട് ഒരു ഇഷ്യൂ ക്രിയേറ്റ് ചെയ്തിട്ട് അങ്ങനെ ആങ്കറിനെ കൊണ്ട് അങ്ങനെ ചോദിപ്പിക്കുന്ന. ചിലപ്പം ആങ്കറിന്റെ കയ്യിൽ നിന്ന് എടുത്തിടുന്നുണ്ട്. ചില ആങ്കറും ഈ പറയുന്ന പ്രോഗ്രാം കോർഡിനേറ്റേഴ്സ് എല്ലാം കൂടെ സംസാരിച്ചിങ്ങനെ ഇവർ ഉദ്ദേശിക്കുന്ന രീതിയിൽ വരുന്നില്ലെങ്കിൽ പൊടിക്കൈകളൊക്കെ ഇടാറുണ്ട്. ഇപ്പൊ ഏതാണെന്ന് അറിയത്തില്ല. ഹൈദരാലി പബ്ലിക്കിലാണെങ്കിലും വഴിയിലും മാളിലൊക്കെ ഒന്ന് ചോദിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ, വഴിയെ വെറുതെ നടന്നു പോകുമ്പോൾ വരെ പുള്ളി ചോദിക്കുന്ന ചോദ്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ, ടേക്ക് കെയർ.